ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡിന്നർ സ്പെഷ്യലാണ് കേട്ടോ. സാധാരണ എല്ലാ ദിവസവും രാത്രി ഇവിടെ സൂപ്പാണ്. ഇന്നിപ്പോൾ ഞാൻ അച്ഛൻ്റെ അമ്മയുടെ അടുത്താണ്. അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ടും നമ്മളെല്ലാവരും ഉള്ളതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു അപ്പവും ചിക്കൻ കറിയാണ് കേട്ടോ. പച്ചമുളകൊക്കെ അരച്ച് ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറി. അപ്പോൾ നമുക്ക് പോയി അത് രണ്ടും റെഡിയാക്കാം. അപ്പം ഉണ്ടാക്കാനുള്ള അരി ഞാൻ ഒരു ഉച്ചയായപ്പോൾ തന്നെ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഏകദേശം 1.5 കപ്പോളം പച്ചരി എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ദോശയ്ക്കും അപ്പത്തിനും ഒക്കെ എടുക്കുന്ന സാധാ പച്ചരി, ഇഡ്ഡലി അരിയോ പൊന്നിയരിയോ ഒക്കെ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇത് 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 3-4 മണിക്കൂർ ഒന്ന് കുതിർത്ത് വെക്കണം. കുറച്ച് സമയം കൂടുതൽ ഇരുന്നാലും കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് ഒരു 3 മണിക്കൂറെങ്കിലും വെച്ചാലേ നന്നായിട്ട് അരഞ്ഞു കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഈ അപ്പത്തിൻ്റെ കൂടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കറി ആയിട്ട് ഉണ്ടാക്കുന്നത്. പച്ചമുളകൊക്കെ കൂടുതൽ ചേർത്തിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി ഒരു പാത്രത്തിലോട്ട് ഏകദേശം 1.25 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്താണ്. അതിനകത്തോട്ട് ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് നാരങ്ങ നീര് ഒഴിക്കണം കേട്ടോ. ഈ ചിക്കൻ കറിയിൽ നമ്മൾ തക്കാളി ചേർക്കത്തില്ല. അപ്പോൾ ഈ നാരങ്ങയുടെ പുളിയായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ചെറിയ സൈസിലുള്ള നാരങ്ങയായിട്ട് ഞാൻ ഒരെണ്ണം ഫുള്ളായിട്ട് ഇതിനകത്തേക്ക് അതിൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വലിയ നാരങ്ങയൊക്കെ ആണെങ്കിൽ പകുതി ചേർത്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് മുതൽ ഒരു അരമണിക്കൂർ വരെ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. കൂടുതൽ സമയം വെച്ചാൽ നന്നായിട്ട് ആ ഉപ്പും പുളിയൊക്കെ ചിക്കനിലോട്ട് പിടിക്കും. ഈ ചിക്കൻ കറി നല്ല ക്രീമി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് ഒന്ന് അരച്ച് ചേർക്കണം. അപ്പോൾ അതും കൂടി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. ഒരു ചെറിയ പിടിയായിട്ട് ഏകദേശം ഒരു 15 എണ്ണം വരും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് വെക്കാം. ആ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് തന്നെ ഇതെല്ലാം റെഡിയാക്കിയാൽ മതി. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഒരു മിക്സി ജാറിലേക്ക് ഒരു 4 സവോള കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. അതിനകത്തേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഏകദേശം ഒരു 10-12 അല്ലി വെളുത്തുള്ളി, നിറയെ പച്ചമുളക് കേട്ടോ. ഒരു 7-8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിന് പകരം കാന്താരി മുളക് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ അത് കുറച്ചും കൂടി എരിവുണ്ടായിരിക്കും. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇത് വെള്ളം ഒഴിക്കാതെ നല്ല പോലെ ഇങ്ങനെ അരച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. ഇതിനി നല്ലപോലെ എണ്ണയിൽ വഴറ്റി ഇതിൻ്റെ ഒരു പച്ച ചൊവ നന്നായിട്ട് അങ്ങ് മാറണം. ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാത്തിൻ്റെയും ചൊവ ഉണ്ടാവുമല്ലോ, അത് നന്നായിട്ട് മാറി വരണം. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണമെന്നില്ല. ആദ്യത്തെ ഒരു അരമിനിറ്റ് നല്ലപോലെ ഒന്ന് എണ്ണയിൽ വഴറ്റിയിട്ട് ചെറിയ തീയിൽ അടച്ചു വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക. ഏറ്റവും ചെറിയ തീയിൽ വെക്കണം. അടിയിൽ പിടിക്കാതെ നോക്കിയാൽ മതി കേട്ടോ. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ അതിൻ്റെ ആ ഒരു ചൊവയൊക്കെ മാറിക്കിട്ടും. അപ്പോൾ നമുക്കിത് അടച്ചു വയ്ക്കാം. ഈ ചിക്കൻ കറിയിൽ നമ്മൾ ഈ കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ് കൂടാതെ കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ എടുക്കാം. അപ്പോൾ അഥവാ നിങ്ങളുടെ കയ്യിൽ കാഷ്യൂനട്ട്, അതായത് കശുവണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ തേങ്ങാപ്പാൽ മാത്രം ചേർത്താലും മതി. കാഷ്യൂനട്ടും കൂടെ ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ പേസ്റ്റിൻ്റെ ഒരു ചുവയൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നു, നല്ലൊരു മണം വരുന്നുണ്ട്. ഇത്രയും മതി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് പൊടികളും കൂടി ചേർക്കണം. അപ്പോൾ ചെറിയ തീയിലോട്ട് വെച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 മുതൽ 2.5 ടീസ്പൂൺ വരെ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി കൂടുതൽ വേണ്ട, നമ്മൾ ചിക്കനിൽ മാരിനേറ്റ് ചെയ്തപ്പോൾ ഇട്ടിട്ടുണ്ട്. നല്ല പോലെ മിക്സ് ചെയ്ത് ഈ പൊടികളുടെ ഒരു ചുവയങ്ങ് മാറണം. വേറെ മസാലപ്പൊടികളൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ലേ. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളകിൻ്റെയും നമ്മൾ ചേർത്തിരിക്കുന്ന കുരുമുളകിൻ്റെയും എരിവായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ ആ മുളകിൻ്റെ അളവ് കുറയ്ക്കരുത് കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. വെള്ളം ഒഴിക്കേണ്ട. ചിക്കൻ ഒന്ന് വരുന്ന വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പം അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കാഷ്യൂണ്ടി വെള്ളത്തിലിട്ട് വെച്ചതൊന്ന് അരച്ചെടുക്കാം. മിക്സി ജാറിലിട്ടിട്ട് നമ്മൾ ആ 3/4 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചില്ലേ, അതൊന്ന് കുറച്ച് ഒഴിച്ചിട്ട് തന്നെ ഒട്ടും തരിയില്ലാതെ നല്ലൊരു പേസ്റ്റ് ആയിട്ട് ഇതുപോലെ എടുത്ത് വയ്ക്കാം.
അപ്പോൾ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഇതിനകത്ത് കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അതായത് ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കണ്ട, കുറച്ച് ഗ്രേവി മതി. കാരണം ഇതിനകത്ത് നമ്മളിനി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കഴിയുമ്പോഴായാലും ഇത് നല്ല കുറുകിയിരിക്കുന്ന ഒരു കറിയായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഒത്തിരി വെള്ളം ഇല്ലാതെ നോക്കണം. ചിക്കനിൽ നിന്ന് എത്രത്തോളം വെള്ളം വരുന്നു എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ വറ്റിച്ച് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു അളവിൽ മാത്രം ഗ്രേവി മതി. ഇനി നമ്മൾ അരച്ചു വെച്ച കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുക്കാം. നല്ല കുറുകിയ 3/4 കപ്പ് തേങ്ങാപ്പാലാണ്. അത് കുറച്ച് നമ്മൾ കാഷ്യൂനട്ട് അരയ്ക്കാനൊക്കെ എടുത്തിട്ടുണ്ട്. ബാക്കി ഒഴിക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളയ്ക്കേണ്ട. ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ അത് ചൂടായിക്കോളും. അപ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഗ്രേവി ഇതാ ഇതുപോലെ ആയിരിക്കണം വേണ്ട കേട്ടോ. നല്ല കുറുകിയിട്ടായിരിക്കും. നമ്മൾ ഈ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ കാന്താരി ചിക്കൻ, കാന്താരി തേങ്ങാപ്പാൽ ചിക്കൻ കറി എന്നൊക്കെ പറഞ്ഞ് കിട്ടത്തില്ലേ, ആ രീതിയിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിന് കാന്താരിക്ക് പകരം നമ്മൾ പച്ചമുളക് ചേർത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നല്ല കുറുകിയ ഗ്രേവി ആയിരിക്കണം. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഇതിനകത്ത് നമുക്ക് ഒന്ന് താളിച്ചും കൂടി ചേർക്കണം. കടുക് താളിച്ച്, അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ എണ്ണ, കുറച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും മതി. അത് കറിയിലോട്ട് ഒഴിച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് കഴിക്കാം. പിന്നെ നമുക്ക് പെട്ടെന്ന് അപ്പവും കൂടി റെഡിയാക്കാം. ഇത് അരി അരച്ച് നമ്മൾ അപ്പം തന്നെ ചുട്ടെടുക്കുന്ന അപ്പമാണ് കേട്ടോ. ഫെർമെൻറ്റ് ചെയ്യാനൊന്നും വെക്കത്തില്ല. അപ്പോൾ വെള്ളത്തിലിട്ട പച്ചരി ഒരു മിക്സി ജാറിലോട്ട് ഇട്ടിട്ട് അരച്ചെടുക്കുക. ചെറിയ ജാറായതുകൊണ്ട് 2 പ്രാവശ്യമായിട്ട് ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒട്ടും തരിയില്ലാതെ നല്ലൊരു പേസ്റ്റ് ആയിട്ട് അരയ്ക്കണം. വെള്ളം കൂടി കഴിഞ്ഞാൽ അരി നല്ലപോലെ അരഞ്ഞു കിട്ടത്തില്ല, അതുകൊണ്ടാണ്. ഇനി ബാക്കിയിരിക്കുന്ന പച്ചരിയും ഇതുപോലെ തന്നെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഏകദേശം 1 ടീസ്പൂണോളം പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് അടിച്ച് നമ്മൾ ആദ്യം അരച്ചു വെച്ച മാവുണ്ടല്ലോ അതിൻ്റെ കൂടെ തന്നെ ഒഴിച്ചിട്ട് ഒരു വലിയ പിടി തേങ്ങ ചിരകിയതും കൂടി ഇട്ട് നല്ലപോലെ എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുക്കണം. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ നല്ലതാണ് കേട്ടോ. ഏകദേശം ഒരു 1 ടീസ്പൂൺ. നല്ല ടേസ്റ്റുമാണ്. അതുപോലെ അപ്പം ഒത്തിരി ഡ്രൈ ആവാതിരിക്കുകയും ചെയ്യും. കുറച്ചും കൂടെ സോഫ്റ്റ് ആയിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഈ മാവ് നല്ല ലൂസാക്കി എടുക്കണം. നമ്മൾ ഈ നീർദോശയും പാലാടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളൊരു മാവുണ്ടല്ലോ, ആ രീതിയിലുള്ള അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ള മാവാണ്. ഇനി ഒരു ഇതുപോലെ പരന്ന പാനോ ദോശക്കല്ലോ എന്തെങ്കിലും എടുത്തിട്ട് അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. മാവിൻ്റെ ഒരു പരുവം കണ്ടല്ലോ, ഇങ്ങനെ ചുറ്റിച്ചൊഴിക്കണം കേട്ടോ. പാനിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ആദ്യത്തെ ഒരു അപ്പം ചുട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ മാവിൻ്റെ പരുവം കറക്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റും. കുറച്ച് കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് മാവ് ലൂസാക്കിയാൽ മതി. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ അടച്ചു വെക്കാം. ജസ്റ്റ് ഒരു 1-2 മിനിറ്റിനുള്ളിൽ തന്നെ ഈ അപ്പം വെന്ത് കിട്ടും കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അതിങ്ങനെ മടക്കിയെടുക്കാം. ഈ അപ്പം കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആവണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ആ മാവിൽ ഒരു അല്പം കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കിയിട്ടുണ്ടായിരുന്നേ. നല്ല ചൂടായിരിക്കണം പാൻ എപ്പോഴും, എന്നാലേ അത് കറക്റ്റ് ഒഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ബബിൾസ് ഒക്കെ വരുന്ന കണ്ടില്ലേ, ഹോൾസ് ഒക്കെ വരുന്ന അതുപോലെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അപ്പമാണ് ഇത്. തേങ്ങയൊക്കെ നമ്മൾ അതുപോലെ ചേർത്തിരിക്കുന്നതുകൊണ്ട് വെറുതെ പഞ്ചസാര കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ആ ചിക്കൻ കറിയുടെ ഗ്രേവി ഉണ്ടല്ലോ, അത് ഒത്തിരി കുറുകിപ്പോയെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കാം കേട്ടോ. അത് ഇഷ്ടംപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇത് ഒരു അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ചിക്കൻ കറി പിന്നെ എല്ലാത്തിൻ്റെയും കൂടെ അപ്പം, ഇടിയപ്പം എല്ലാത്തിനും നല്ലതാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.